ആദ്യമേ തന്നെ നമ്മൾ ഇവിടെ എവിടെ ആയിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. എനിക്ക് തോന്നുന്നു ഇത് നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിരിക്കല്ലേ ഇവിടെ ഇപ്പോൾ വരുന്നത് അല്ലേ? അപ്പൊ ആദ്യം നിങ്ങളെ എല്ലാവരെയും സെന്റ് ജോസഫ് ആശ്രമം കാരുണ്യമാതാവിന്റെ സഹോദരന്മാരുടെ സന്യസ്ത സഭ, ആ സഭയുടെ ഏഷ്യയിലെ ഒരേ ഒരു കമ്മ്യൂണിറ്റിയാണ് സെന്റ് ജോസഫ് ആശ്രമം. അത് നമ്മുടെ നെയ്യാറ്റിൻകര രൂപതയിലെ ഈ സ്ഥലമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട് ഞങ്ങളുടെ സഭയെ സംബന്ധിച്ച്. ഞങ്ങളുടെ സഭ 1839 ബെൽജിയത്തിൽ മലീൻ എന്ന സ്ഥലത്ത് ഒരു ജനുവരി 25-ാം തീയതിയാണ് ബെൽജിയംകാരനായ വിക്ടേഴ്സ് കപ്പ് അച്ഛൻ സ്ഥാപിച്ചത്. അപ്പൊ അതായത് ഇന്നലെ നമ്മൾ തുടങ്ങിയിട്ട് 187 വർഷമായി ഞങ്ങളുടെ സന്യാസ സഭ. അപ്പൊ ഈ 87 വർഷമായ സന്യാസ സഭയ്ക്ക് വേറൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. 2 ദിവസം മുമ്പാണ് ഞങ്ങളുടെ സഭയിൽ ഏഷ്യയുള്ള ആദ്യത്തെ ഒരു ബ്രദർ അച്ഛനായി മാറിയത്. പാറശാല നെടുവാൻ വിള ഇടവകയിൽ നിന്നുള്ള ബ്രദർ ഷൈജു മനോഹരൻ. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഈ ദിവസങ്ങൾ വളരെ ആനന്ദത്തിന്റെ അഭിമാനത്തിന്റെ ദിവസങ്ങളാണ്. ഈ ഒരു ദിവസത്തെ തന്നെ നിങ്ങൾ സെന്റ് ജൂഡ് ഇടവക അല്ലേ, നിങ്ങൾ ആ ഇടവകയിലെ മതബോധന കുട്ടികൾ കാറ്റഗിസം, അപ്പൊ നിങ്ങളെല്ലാവരും ഇന്ന് ഇവിടെ വന്നത്. അപ്പോൾ ഈ ഒരു വളരെ ഞങ്ങൾക്ക് സന്തോഷം. ഞങ്ങളുടെ ഈ ദിവസത്തിൽ ഞങ്ങളുടെ സന്തോഷത്തോടൊപ്പം ചേരുവാനും ഞങ്ങളുടെ കുട്ടികളെ കാണുവാനും അവരോടൊപ്പം സമയം ചെലവഴിക്കാനും കടന്നു വന്ന നിങ്ങളെ ഓരോരുത്തരെയും സെന്റ് ജോസഫ് ആശ്രമത്തിലെ ഓരോ ബ്രദർമാരുടെ പേരിലും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, എൻ്റെ പേര് ബ്രദർ അജിൻ. എൻ്റെ സ്വദേശം ഇവിടെ അടുത്ത് തന്നെയാണ്. ഞാൻ പഠിച്ച സ്കൂൾ സെന്റ് സേവിയേഴ്സ് പേര്, അവിടെയാണ് എൻ്റെ ഹൈസ്കൂൾ. എൻ്റെ അനിയൻ പഠിച്ചതല്ല. ഞാൻ ഈ നാട്ടുകാരൻ തന്നെയാണ്. അപ്പൊ നിങ്ങൾ പലരെയും എവിടെയൊക്കെ കണ്ട് അവരുടെ ഓർമ്മയുണ്ട്. സിസ്റ്ററിനെ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഇപ്പോ ഈ കമ്മ്യൂണിറ്റിയിലെ സുപ്പീരിയർ ആണ്. ജസ്റ്റ് ഒരു 3 മാസം ആയതേ ഉള്ളൂ ഇവിടുത്തെ സുപ്പീരിയർ ആയിട്ട്. പഠിച്ചതും ബാക്കിയെല്ലാം പുറത്ത് റോമിലായിരുന്നു. ഇത് ബ്രദർ പൗളോ, ഞങ്ങളുടെ 12 വർഷത്തെ ജനറൽ സുപ്പീരിയറും അത് കഴിഞ്ഞിട്ട് 6 വർഷം സെക്രട്ടറി ജനറൽ, അത് കഴിഞ്ഞ് ജനറൽ കൗൺസിൽ മെമ്പർ, അതായത് ഞങ്ങളുടെ സന്യാസഭയുടെ ഉയർന്ന പദവിയിലുള്ളത്. ഇപ്പോ ഞങ്ങളോടൊപ്പം ഉണ്ട് ഞങ്ങളുടെ ബ്രദറിന്റെ പട്ടത്തിനായിട്ട് വന്നതാണ്. അച്ഛന്റെ പേര് ബ്രദർ പൗളോ എന്നാണ്. പൗളോ. ഓക്കെ, അച്ഛൻ്റെ സ്ഥലം സെന്റ് ആന്റണീസിന്റെ സ്ഥലം എവിടെയാ? പാതുവയിലാണ് അച്ഛന്റെ സ്ഥലം. ഓക്കെ, അപ്പൊ അച്ഛൻ നിങ്ങളുടെ അടുത്ത് 2 പേർക്ക് പറയുന്നതായിരിക്കും കുറച്ച് കഴിഞ്ഞ ശേഷം. അതിനു മുമ്പായിട്ട് ഞങ്ങളുടെ സഭയെ കുറിച്ച് നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടോ. ഞങ്ങളുടെ സഭ ഉടുപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? കറുത്ത ഉടുപ്പ്, ബ്രൗൺ കുരിശുള്ളത്. നിങ്ങൾ വേറെ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല, ഞങ്ങൾക്ക് മതമുണ്ടാവും. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ സഭയെ കുറിച്ച് ഒരുപക്ഷെ 2 വാക്ക് നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. അതിനുശേഷം ബ്രദർ നിങ്ങളുടെ സംസാരിക്കും. അതിന് ചാപ്പലിൽ പോയി നമ്മൾ ഒരു ചെറിയ പ്രാർത്ഥന നടത്തിയിട്ട് കുട്ടികളുടെ അടുത്തോട്ട് പോകും. അതാണ് നമ്മുടെ ഇവിടെ ഇന്നത്തെ ഷെഡ്യൂൾ. അത് കഴിഞ്ഞ് നിങ്ങളായിരിക്കും പിന്നെ കൊണ്ടുപോകുന്നത് ബാക്കി മുന്നോട്ട് ഈ പ്രോഗ്രാം. ഓക്കെ, ഞങ്ങളുടെ സഭയെന്ന് വെച്ച് കഴിഞ്ഞാൽ 1839, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ജനുവരി 25-ാം തീയതി ബെൽജിയത്തിൽ മലീൻ എന്ന സ്ഥലത്ത് മോൺസിഞ്ഞർ വിക്ടേഴ്സ് കപ്പ്, അതായത് ദൈവദാസനായ വിക്ടർ അച്ഛൻ സ്ഥാപിച്ച ഒരു കുഞ്ഞു സന്യാസ സമൂഹമാണ് ബെൽജിയത്ത്. അതിന്ന് പടർന്ന് പന്തലിച്ച് ഇറ്റലി, ബെൽജിയം, ലാറ്റിൻ അമേരിക്ക, അർജന്റീന, ഉറുഗ്വായ്, ആഫ്രിക്ക, പിന്നെ നമ്മുടെ കൊച്ചു കേരളത്തിലെ ഇവിടെ ആയിട്ട് ഇങ്ങനെ വികസിച്ച് നിൽക്കുകയാണ്. അപ്പൊ എന്തിനു വേണ്ടിയാണ് ഈ സന്യാസ സഭ സ്ഥാപിച്ചതെന്ന് പറയുകയാണെങ്കിൽ, അന്നത്തെ കാലത്ത് ഈ ജയിൽവാസികളെ ശുശ്രൂഷിക്കുന്നതായിരുന്നു ഏറ്റവും വലിയൊരു നമ്മുടെ ഒരു മിഷനായിരുന്നു. അതോടൊപ്പം തന്നെ ഈ കുഞ്ഞുകുട്ടികൾക്ക് വിദ്യാഭ്യാസം, അതായത് അന്നത്തെ കാലത്ത് ഈ കുട്ടികൾ പോലും കൽക്കനിയിൽ ജോലി ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു. അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാനുള്ള കഴിവ് ആ കുടുംബത്തിനില്ലാത്തതുകൊണ്ടും അവരെ സഹായിക്കുക എന്നൊരു ലക്ഷ്യമുണ്ടാക്കി. അങ്ങനെ അതുപോലെ വൃദ്ധരായവരെ സഹായിക്കുക. അപ്പോൾ വൃദ്ധരായവരെ സഹായിക്കുക, കുട്ടികളെയും യുവാക്കളെയും ശുശ്രൂഷിക്കുക, അവരെ പഠിപ്പിക്കുക, അതോടൊപ്പം ജയിൽവാസികളെ ശുശ്രൂഷിക്കുക. ഇതായിരുന്നു മെയിൻ ലക്ഷ്യം എന്നത്, ഈ 3 ലക്ഷ്യങ്ങൾ. അപ്പൊ ഈ 3 ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് സ്ഥാപിച്ച ഈ സന്യാസ സമൂഹം ഇന്ന് ലോകത്തിന്റെ ഈ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒത്തിരി കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുകയാണ്. അപ്പൊ എന്തുകൊണ്ട് കാരുണ്യപ്രവൃത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ അറിയപ്പെടുന്ന തന്നെ കാരുണ്യ മാതാവിന്റെ സഹോദരന്മാരുടെ സഭ. നിങ്ങൾ കാരുണ്യ മാതാവിനെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കണ്ടില്ലെങ്കിൽ നിങ്ങൾ ചാപ്പലിൽ പോകുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ കാരുണ്യ മാതാവിന്റെ സഹോദരന്മാരുടെ സഭ. അപ്പൊ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാരുണ്യ പ്രവൃത്തികളും ഞങ്ങൾ ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് ഇവിടെ കൊച്ചിക്കേരളത്തിൽ ഇവിടെയാണെങ്കിൽ നമുക്ക് നവജീവൻ എന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവിടെ പൂവർ ഹോം, അതായത് സെമി ഓർഫൺ, അങ്ങനെയുള്ള കുടുംബത്തിൽ ബുദ്ധിമുട്ടുകളുള്ള ബ്രോക്കൺ ഫാമിലി, ദാരിദ്ര്യം, കഷ്ടപ്പാട്, അല്ലെങ്കിൽ ക്യാരക്ടർ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ, അങ്ങനെ അവരെ പഠിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അവരെ നമ്മൾ രൂപീകരിക്കുന്നു. അവർ നല്ല പഠിച്ച് IAS IPS ആക്കി മാറ്റുക എന്നതല്ല, ഞങ്ങളെ സംബന്ധിച്ച് നല്ല കുട്ടികളാക്കി സമൂഹത്തിന് ഉതകുന്ന രീതിയിൽ അവരെ രൂപീകരിക്കുന്നു. അത് ഞങ്ങൾ എല്ലാവരും അവിടെ ജീവിതത്തിൽ പാർട്ടായി മാറുകയാണ്. ഇനി മറ്റു രാജ്യങ്ങളിലോട്ട് പോയി കഴിഞ്ഞാൽ, ഇറ്റലിയിൽ ഞങ്ങൾക്ക് കൂടുതലും സ്കൂളുണ്ട്, അല്ലെങ്കിൽ വയസ്സായ വൃദ്ധരായ അപ്പന്മാരെ നോക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അപ്പോൾ അവിടെയും
ഞങ്ങൾ അവരെ പഠിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അവരോടൊപ്പം ആയിരിക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയും അതാണ്. ഞങ്ങൾ വിക്ടർ അച്ഛൻ പറഞ്ഞിട്ടുള്ള ഒരേ ഒരു കാര്യമാണ്, ഫൗണ്ടർ അച്ഛൻ പറഞ്ഞ കാര്യമാണ്, അവരോടൊപ്പം ആയിരിക്കുക. നിങ്ങൾ കളിക്കുകയാണോ, അവർ ഉറങ്ങുകയാണോ, അവർ പഠിക്കുകയാണോ, എവിടെയായാലും കുട്ടികൾ നോക്കുമ്പോൾ അവരുടെ കാഴ്ച കാണുന്ന ഡിസ്റ്റൻസിൽ ഒരു ബ്രദർ ഉണ്ടായിരിക്കണം. അപ്പൊ അവരോടൊപ്പം ആയിരിക്കും എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതോടൊപ്പം ഇറ്റലിയിലാണെങ്കിൽ സ്കൂൾ ഇങ്ങനെ വിദ്യാഭ്യാസം ആണെങ്കിൽ, ഇനി ആഫ്രിക്കയിലോട്ട് പോകുകയാണെങ്കിൽ അവിടെ ഒട്ടനവധി കാര്യങ്ങളാണ്. അവിടെ ഡിസേബിൾ ആയിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നു, അവർക്ക് വേണ്ടി ഒരു സ്ഥാപനമുണ്ട്, സ്കൂളുകൾ, അങ്ങനെ ആഫ്രിക്കയിലെ അവർ വളരെ സഹായിക്കുന്നു. ലാറ്റിൻ അമേരിക്കയിലോട്ട് കടന്നു പോവുകയാണെങ്കിൽ അവിടെയാണെങ്കിൽ വയസ്സായ ആൾക്കാർക്ക് വേണ്ടിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഒരുപക്ഷെ അല്പം കേട്ടിട്ടുണ്ടാകാത്ത ഒരു വ്യത്യസ്തമായ ഒരു മിഷൻ ഞങ്ങൾക്ക് അവിടെ ഉണ്ട്. അർജന്റീന പോലെ രാജ്യങ്ങളിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഗർഭിണികളാകുന്ന സ്ത്രീകളുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ച് അവര് പ്രഗ്നന്റ് ആയ ഗർഭിണി ആയ നിമിഷം മുതൽ ഒരു കുഞ്ഞിന് 4 വയസ്സ് ആകുന്നവരെ ഞങ്ങൾ അവരെ ശുശ്രൂഷിക്കും. ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവർക്ക് ആവശ്യമായ പോഷകാഹാരങ്ങൾ, അവർക്ക് ആവശ്യമായ ഗൈഡൻസ്, മക്കളെ എങ്ങനെ നോക്കാം, ഇങ്ങനെ ഒത്തിരി സഹായങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡി അഡിക്ഷൻ സെന്ററുകൾ, അങ്ങനെ കാരുണ്യ പ്രവൃത്തികൾ എങ്ങനെയൊക്കെ ഞങ്ങൾക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കും അതെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പാറ്റേൺ എന്ന് പറയുന്നത് വിശുദ്ധ യൗസേപ്പ് പിതാവാണ്, വിശുദ്ധ വിൻസെന്റ് ഇപ്പോൾ ആണ്. ഞങ്ങൾ ഇങ്ങനെയാണ് പലപ്പോഴും പറയാറുള്ളത്, നമ്മുടെ ഈശോയുടെ കരുണയുടെ മുഖം മറ്റുള്ളവർക്ക് ഞങ്ങൾ കാട്ടിക്കൊടുക്കും. പരിശുദ്ധ അമ്മയുടെ വാത്സല്യത്തിലൂടെ, അല്ലെങ്കിൽ യൗസേപ്പ് പിതാവിന്റെ സ്നേഹത്തിൽ പൊതിഞ്ഞ് വിശുദ്ധ വിൻസെന്റ് പോളിന്റെ ആത്മീയതയിൽ ചാലിച്ചുകൊണ്ടാണ് ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ ഈ കാരുണ്യ പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കുക. അപ്പൊ ഇതാണ് ഞങ്ങളുടെ സന്യാസ സഭയെക്കുറിച്ച് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ. ഇത് ഇന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഇന്ന് 187 വർഷം ആഘോഷിക്കുന്നതുകൊണ്ടാണ്.